സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആര്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതി ആയിരുന്നു? ബൽവന്ത് റായ് മേത്തയാണ്. ഓപ്ഷൻ സി, ബൽവന്ത് റായ് മേത്ത. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ്? കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ്? ആര്യങ്കാവ് ചുരമാണ്. ഓപ്ഷൻ ഡി, ആര്യങ്കാവ് ചുരം. പയോറിയ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? രോഗത്തിന്റെ പേര് പയോറിയ. ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്, ഏത് ഭാഗത്തെയാണ്? മോണയാണ്. മോണ. ഓപ്ഷൻ ഡി, മോണ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനിയാണ്. വിദ്യാവിലാസിനി. കൊല്ലവർഷം ആരംഭിച്ചത്? കൊല്ലവർഷം AD 825 കൊല്ലവർഷം AD 825. അഭിനവ ഭാരത യുവാക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവാക് സംഘം സ്ഥാപിച്ചത് ആരാണ്? AV കുഞ്ഞമ്പു ആണ്. AV കുഞ്ഞമ്പു. അഭിനവ ഭാരത യുവാക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഹിന്ദി, തമിഴ്, മലയാളം, ഒഡിയ. ഇതില് ക്ലാസിക്കൽ ഭാഷ, ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഹിന്ദിയാണ്. ഹിന്ദി. അടുത്ത ചോദ്യം, സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? സോളമന്റെ തേനീച്ചകൾ. ആരുടേതാണിത്? ജസ്റ്റിസ് KT തോമസ് ആണ്. ജസ്റ്റിസ് KT തോമസ്. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ജസ്റ്റിസ് KT തോമസ്. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത്? യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. മുടിയേറ്റ്. സീമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? സീമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം സമുദ്രഭൂവൽക്കമാണ്. സമുദ്രഭൂവൽക്കം. സീമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് സമുദ്രഭൂവൽക്കം. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? മത്സ്യബന്ധനം ഏത് മേഖലയിലാണ് പെടുന്നത്? പ്രാഥമിക മേഖലയിലാണ്. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ ഹീമറ്റോളജിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഹീമറ്റോളജി. ഇന്ത്യ പാക് അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാക് അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖയാണ്? ഇന്ത്യ പാക് അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നേരിയ വിഷാംശം, സാധാരണ വിഷാംശം, കൂടിയ വിഷാംശം, മാരക വിഷാംശം.
ഓപ്ഷൻ സി ആണ് ഉത്തരം, കൂടിയ വിഷാംശം. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? പ്രിസണർ 5990 എന്നത് ആരുടെ ആത്മകഥയാണ്? ആർ ബാലകൃഷ്ണ പിള്ളയാണ്. ആരുടേതാണ്? ആർ ബാലകൃഷ്ണ പിള്ള. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1935. 1935. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം? മൺസൂൺ കാലാവസ്ഥ സാധാരണ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. ലാറ്ററൈറ്റ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ, അവയുടെ ഉദ്ദേശ്യം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു ആരോഗ്യ കേരളം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. ആശ്വാസകിരണം, ശയ്യാവലംബരായ രോഗികളുടെ പരിചരണം. സുഹൃതം പദ്ധതി, സൗജന്യ ക്യാൻസർ ചികിത്സ. ആയുർദളം, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. ഇതിൽ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. A1, B2, C3, D4. എന്താണ്? ആരോഗ്യ കിരണം എന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണ്. ശരിയാണ്. ആശ്വാസകിരണം എന്നത് ശയ്യാവലംബരായ രോഗികളുടെ പരിചരണമാണ്. ആരോഗ്യകിരണവും ആശ്വാസകിരണവും മാറിപ്പോകരുത്. സുഹൃതം എന്താണ്? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. ആയുർദളം എന്നത് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നു ചെന്തരുണി കൊല്ലം, ചിമ്മിനി തൃശൂർ, കുറിഞ്ഞിമല ഇടുക്കി, കൊട്ടിയൂർ കണ്ണൂർ. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. A1, B2, C3, D4. ചെന്തരുണി കൊല്ലം ജില്ലയിലാണ്, ചിമ്മിനി തൃശൂർ ജില്ലയിലാണ്, കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്, കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? തന്നിരിക്കുന്നു ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം. ഇവ എല്ലാം ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം ഉൾപ്പെടുന്നു. എത്രാമത്തെ ലോകസഭയാണ് 2019 നിലവിൽ വന്നത്? 2019 നിലവിൽ വന്നത് എത്രാമത്തെ ലോകസഭയാണ്? 17 ആണ്. 17. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ തന്നിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് 4G സേവനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. 2, ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. 3, എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. IT ആറ്റ് സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001. ചോദ്യം എന്താണ്? ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4. 4 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിൽ ആദ്യമായി 4G സേവനം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊച്ചി. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാട്. IT ആറ്റ് സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001. ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ. അടുത്ത ചോദ്യം, കെ-റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. കെ-റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ഓപ്ഷൻ എ ആണ് ഉത്തരം. JICA. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ്? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്.
നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഫ്രാങ്കോ രാഘവൻ പിള്ള. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ബാബാ ഭൂതാൻ ആണ്. ഓപ്ഷൻ സി ബാബാ ഭൂതാൻ. മെയ് 31 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. മെയ് 31. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? സെറിബ്രമാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. വായനാ ദിനമായി ആചരിക്കുന്നത് P.N. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം? 1947 ആണ്. 1947. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഓപ്ഷൻ സി സുകുമാർ സെൻ. 65 വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. പാട്ടബാക്കി. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ജനറൽ ഡയർ. കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം ധാമൻ ആണ്. ഓപ്ഷൻ എ ധാമൻ. ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രക് എന്നത് ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്? ഗാരോ മലനിരകളുടേതാണ്. ഓപ്ഷൻ എ ഗാരോ. ആസം, ബീഹാർ, ബംഗാൾ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ഇടിമുഴക്കത്തോടു കൂടി പെയ്യുന്ന മഴ. ഇടിമുഴക്കത്തോടു കൂടി പെയ്യുന്ന മഴയാണ് കാൽബൈശാഖി. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ട്രോപ്പിക്കൽ മൺസൂൺ ആണ്. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സബർമതി. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. അവസാനത്തെ ചോദ്യം, ബ്രോഡ് ഗേജ് ലൈനിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? എന്ന് പറയുന്നത് 1.67 മീറ്റർ ആണ്. 1.67 മീറ്റർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിലുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്